Hello friends, welcome to another lecture of Make Mechanical Simple. See, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് മെഷീനറിയിൽ നിന്നും മൊഡ്യൂൾ 5ന്റെ റിവിഷൻ ആണ്. സി മൊഡ്യൂൾ 5ന്റെ ഓൾറെഡി ഞാനൊരു റിവിഷൻ ലെക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെക്ചർ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ്. അപ്പോൾ മൾട്ടി സ്റ്റേജ് കംപ്രഷനും അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so if you are new to my channel, consider subscribing and click the bell icon for getting further updates, and don't forget to share it with your friends so that they can also learn online. So friends, first of all നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടി സ്റ്റേജ് കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ PV ഡയഗ്രാം എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടി സ്റ്റേജ് കംപ്രസറിൽ നമുക്കറിയാം ഒരു LP സിലിണ്ടർ ഉണ്ടാവും, ഒരു HP സിലിണ്ടർ ഉണ്ടാവും, ദാറ്റ് ഈസ് ലോ പ്രഷർ സിലിണ്ടർ ആൻഡ് ഹൈ പ്രഷർ സിലിണ്ടർ, ആൻഡ് ഇൻ ബിറ്റ്വീൻ വിൽ ബി ഹാവിങ് ആൻ ഇന്റർകൂളർ. ഓക്കെ, അപ്പോൾ ഇവിടെ എയർ അറ്റ് പ്രഷർ P1 ആൻഡ് ടെമ്പറേച്ചർ വിൽ ബി സക്ഡ് ഇൻ ടു ദി ലോ പ്രഷർ സിലിണ്ടർ വിച്ച് വിൽ ബി കംപ്രസ്ഡ് ടു എ ഹയർ പ്രഷർ P2. ഓക്കെ, അപ്പോൾ ഈ LP സിലിണ്ടറിൽ കംപ്രസ് ചെയ്യുന്നതോടുകൂടി ഇവിടെ പ്രഷർ മാത്രമല്ല ഇൻക്രീസ് ചെയ്യുന്നത്, ബട്ട് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ്. ദാറ്റ് മീൻസ് T2 വിൽ ബി ഗ്രേറ്റർ ദാൻ T1. പക്ഷെ നമുക്ക് ഈ ടെമ്പറേച്ചർ കൂടുന്നത് അത്ര നല്ലതല്ല, ബിക്കോസ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ടോട്ടൽ സക്ഷൻ കപ്പാസിറ്റിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പാസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ സിലിണ്ടറിൻ്റെ ഇടയിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും? വിൽ പ്രൊവൈഡ് ആൻ ഇൻ്റർകൂളർ. ഒരു ഇൻ്റർകൂളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസിക്കലി ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈസ്. ഓക്കെ, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇൻ്റർകൂളറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകൂളറിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐസോബാറിക് പ്രോസസ്സാണ്. കാരണം ഇവിടെ നമ്മൾ പ്രഷറിന് ഒരു ചേഞ്ചും വരുത്തുന്നില്ല. ഇവിടെ പ്രഷർ P2 ആണ് ഇൻലെറ്റിൽ, ഇൻ്റർകൂളറിൻ്റെ ഔട്ട്ലെറ്റിലും പ്രഷർ വിൽ ബി ദി സെയിം. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ നോക്കൂ, ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആയിരുന്ന ടെമ്പറേച്ചർ T2 ഹാസ് റിഡ്യൂസ് ടു T2 ഡാഷ്. അപ്പോൾ T2 ഡാഷ് ഈസ് ലെസ് ദാൻ T2. ഓക്കെ, now if the intercooling is perfect, if you have a perfect intercooling, we can say the T2 dash is equal to T1. That means T2 dash is coming down to the initial temperature. Okay, അപ്പോൾ ഇത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതർവൈസ് യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് എ ടെമ്പറേച്ചർ T2 ഡാഷ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ലെസ് ദാൻ T2. അത് T2നേക്കാളും എന്തായാലും കുറവായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യൽ ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ടാവും. Okay, then after the intercooler, the air will pass to the HP cylinder and again it's compressed to a higher pressure P3 and the temperature also increased to T3 here. Okay, ഇനി PV ഡയഗ്രത്തിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? PV ഡയഗ്രത്തിൽ കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ LP സിലിണ്ടറിന് നമ്മളൊരു PV ഡയഗ്രാം, HP സിലിണ്ടറിന് ഒരു PV ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ LP സിലിണ്ടറിൻ്റെ PV ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1, 2, 6, 7 ആണ്. ആൻഡ് HP സിലിണ്ടറിൻ്റെ PV ഡയഗ്രാം 2 ഡാഷ് 3, 4, 5 ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ഡാഷ് ആണ് നമ്മളുടെ ഇൻ്റർകൂളിംഗ് പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ കംപ്രഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻ്റർകൂളറിലൂടെ പാസ് ചെയ്യുന്നതോടുകൂടി ഇവിടെ 2 എന്നുള്ള പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് 2 ഡാഷിലെത്തും. ഇത് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഐസോബാറിക് ലൈനാണ്. ഓക്കെ, കാരണം ഇവിടെ ഇൻ്റർകൂളറിൽ നമ്മൾ പ്രഷർ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി അവിടുത്തെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. അതാണ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. പ്രോസസ് 2 ഡാഷ് റെപ്രസെൻറ്റ്സ് ഇൻ്റർകൂളിംഗ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐസോബാറിക് പ്രോസസ്. ഓക്കെ, നൗ ഇഫ് വി ഹാവ് എ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്, ഈ T2 ഡാഷ് എന്തിന് ഈക്വൽ ആയിരിക്കും? T1ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടി സ്റ്റേജ് കംപ്രസറിൻ്റെ കേസിൽ എങ്ങനെയാണ് വർക്ക് ഇൻപുട്ട് ഇക്വേഷൻ വരിക എന്നുള്ളതാണ്. if you know how to write the equation for work input in the case of single stage, നിങ്ങൾക്ക് മൾട്ടി സ്റ്റേജിൻ്റെ ഇക്വേഷനും വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. നമ്മൾ സിംഗിൾ സ്റ്റേജിൻ്റെ ഇക്വേഷൻ പ്രീവിയസ് ലെക്ചറിൽ എങ്ങനെ കണ്ടുപിടിച്ചത്? look at the final equation, n/n-1 P1 into V1 minus V4 എഫക്റ്റീവ് സെപ്റ്റ് വോള്യൂം. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കൂ, V1 minus V4 ഈ വോള്യാണ് നമ്മൾ എടുത്തത്. ആൻഡ് പ്രഷർ റേഷ്യോ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ അതേ ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടി സ്റ്റേജ് കംപ്രസറിൻ്റെ കേസിൽ
എൽ പി സിലിണ്ടറിൻ്റെയും എച്ച് പി സിലിണ്ടറിൻ്റെയും വർക്ക് ഇൻപുട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എൽ പി സിലിണ്ടറിൻ്റെയും എച്ച് പി സിലിണ്ടറിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതും. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടിയും ആഡ് ചെയ്യും. സോ ദാറ്റ് വിൽ ഗെറ്റ് ദി ടോട്ടൽ വർക്ക് ഇൻപുട്ട് ഇക്വേഷൻ. സോ ലുക്ക് അറ്റ് ദി എൽ പി സിലിണ്ടറിൻ്റെ ഫിഗർ ഒന്ന് നോക്കൂ. എൽ പി സിലിണ്ടറിൻ്റെ ഫിഗറിൽ അപ്പോൾ നമ്മൾ ഏത് വോളിയാണ് കൺസിഡർ ചെയ്തിട്ടുണ്ട്? നേരത്തെ നമ്മൾ V1 - V4 ആണ് കൺസിഡർ ചെയ്തത് സിംഗിൾ സ്റ്റേജിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എൽ പി സിലിണ്ടറിൻ്റെ കേസിൽ V1 - V7 ആയിരിക്കും. അപ്പോൾ ഈ ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, V1 - V7. അതേപോലെ എച്ച് പി സിലിണ്ടർ ആണെങ്കിലോ, എച്ച് പി സിലിണ്ടറിൻ്റെ കേസിൽ നമ്മൾ എഫക്റ്റീവ് സെപ്റ്റ് വോളി ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്? V2 - V5 ആണ്. ഓക്കെ, നോട്ട് V2 - V5. V2 അല്ല എടുക്കേണ്ടത്, V2 - V5 ആണ്. കാരണം ഇതാണ് എച്ച് പി സിലിണ്ടറിലേക്ക് കയറുന്ന സ്റ്റാർട്ടിംഗ് വോള്യൂം എന്ന് പറയുന്നത്. ഓക്കെ, സോ V2 - V5 ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എൽ പി സിലിണ്ടറിൻ്റെയും എച്ച് പി സിലിണ്ടറിൻ്റെയും ഇക്വേഷൻ എഴുതാവുന്നതാണ്. സി ലുക്ക് അറ്റ് ദി ഇക്വേഷൻ. ഇവിടെ നമ്മൾ V1 - V7 എടുത്തു, ഇവിടെ V2 - V5 എന്നാണ് എടുത്തത്. ആൻഡ് ഇൻസൈഡ് ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ P2/P1 ആണ്, കാരണം ദാറ്റ് ഈസ് എ കറസ്പോണ്ടിങ് പ്രഷർ റേഷ്യോ ഓഫ് ദി എൽ പി സിലിണ്ടർ. ആൻഡ് എച്ച് പി സിലിണ്ടറിൻ്റെ പ്രഷർ റേഷ്യോ ആണ് നമ്മൾ ഇവിടെ എടുത്തത്, P3/P2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആ ലോജിക്ക് അറിയാമെങ്കിൽ ഇത് സെപ്പറേറ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ലോജിക്ക് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഇതേ ഇക്വേഷൻ തന്നെ ഇൻ ടേംസ് ഓഫ് MRT നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് P1 × V1 - V7 പകരം എന്ത് വരും? MRT1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് MRT2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം ഇവിടെ സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഇവിടെ എടുത്ത ടെമ്പറേച്ചർ T1 ഉം അപ്പോൾ ഇവിടെ എടുക്കുന്ന ടെമ്പറേച്ചർ ഏതാണ്? T2 ആണ്. നൗ ഇഫ് വി ഹാവ് പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ദെൻ T2 വിൽ ബിക്കം T1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? റീറൈറ്റ് ചെയ്യാം. സോ വാട്ട് വിൽ ഗെറ്റ്? MRT1 × P3/P2 n - 1 / n - 1 കിട്ടും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്ത് എഴുതാം. ആഡ് ചെയ്ത് നമുക്ക് കാരണം ബാക്കിയുള്ള അപ്പോൾ T2 പകരം T1 വരുമ്പോൾ ഈ n/n - 1 MRT1 എല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡ് ബ്രാക്കറ്റ് വാട്ട് വിൽ ബി ദർ? P2/P1 whole power n - 1 divided by n plus P3/P2 whole power n - 1 divided by n -2 എന്ന് വരിക. കാരണം ഇവിടെ ഒരു -1 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് -2 കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ PV ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, നൗ there is a condition for minimum work input. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഡെറിവേഷനാണ് അത്. ഓക്കെ, സോ ദ കണ്ടീഷൻ ഫോർ മിനിമം വർക്ക് ഇൻപുട്ട് ഈസ് P2/P1 = P3/P2. ദാറ്റ് മീൻസ് ദ പ്രഷർ റേഷ്യോ ഇൻ ഈച്ച് സ്റ്റേജ് ഷുഡ് ബി ഈക്വൽ ഓർ സെയിം. ഓക്കെ, അപ്പോൾ ഇതാണ് മിനിമം വർക്ക് ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ. കാരണം മിക്ക പ്രോബ്ലത്തിലും നമുക്ക് ഈ കണ്ടീഷൻ തരാറുണ്ട്. Now what will happen if we have x number of stages instead of 2 stages? ചിലപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ 3 സ്റ്റേജോ 4 സ്റ്റേജോ ഒക്കെ ഉള്ള പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത്തരം പ്രോബ്ലത്തിൽ നമുക്ക് യൂഷ്വലി ഈ കണ്ടീഷൻ ഓഫ് മിനിമം വർക്ക് ഇൻപുട്ട് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് P2/P1 = P3/P2 etc. up to Px+1 divided by Px. ദറ്റ് മീൻസ് നമുക്ക് എക്സ് സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ Px+1 ആയിരിക്കും അവിടുത്തെ ഡെലിവറി പ്രഷർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 സ്റ്റേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ P3 ആയിരിക്കും അവിടുത്തെ ഡെലിവറി പ്രഷർ എന്ന് പറയുന്നത്. സോ ദിസ് റെപ്രസെൻറ്റ് ദി പ്രഷർ റേഷ്യോ PR. ഓക്കെ, അപ്പോൾ നമുക്ക് യൂഷ്വലി ഇത്തരം പ്രോബ്ലത്തിൽ ഈ ഇൻ്റർമീഡിയറ്റ് പ്രഷേഴ്സ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. പകരം നമുക്ക് ഫൈനൽ പ്രഷറും ഇനീഷ്യൽ പ്രഷറും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഫൈനൽ പ്രഷർ അല്ലെങ്കിൽ ഡെലിവറി പ്രഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദാറ്റ് ഈസ് Px+1 ആയിരിക്കും. അഥവാ എക്സ് നമ്പർ ഓഫ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ ഡെലിവറി പ്രഷർ എന്ന് പറയുന്നത് Px+1 ആയിരിക്കും. ആൻഡ് ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ആരായിരിക്കും? P1 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സോ ടു ഫൈൻഡ് ദി പ്രഷർ റേഷ്യോ വാട്ട് യു ക്യാൻ ഡു? x√of Px+1 divided by P1 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കുക. ഇഫ് യു ഹാവ് എക്സ് നമ്പർ ഓഫ് സ്റ്റേജസ്, പ്രഷർ റേഷ്യോ ഓഫ് ഈ സ്റ്റേജ് കാണാൻ, ഓരോ സ്റ്റേജിലെയും പ്രഷർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? x√of Px+1 divided by
P1 അഥവാ ഡെലിവറി പ്രഷറിൻ്റെയും ഇനീഷ്യൽ പ്രഷറിൻ്റെയും റേഷ്യോ എടുത്തിട്ട് അതിൻ്റെ എക്സ്ത് റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി പ്രഷർ റേഷ്യോ ഇൻ ഈച്ച് സ്റ്റേജ്. ഓക്കെ, ഇനി ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ വർക്ക് ഇൻപുട്ട് കാണുക. അപ്പോൾ ടോട്ടൽ വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ദിസ് ഈസ് സിമിലർ ടു അവർ പ്രീവിയസ് ഇക്വേഷൻ, ഓൺലി ഡിഫറൻസ് ഈസ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ പറഞ്ഞ ഓരോ സ്റ്റേജും ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ നമ്പർ ഓഫ് സ്റ്റേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്, എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. n/n-1 mRT1 ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇക്വേഷനിലുള്ള അതേ ടേംസ് തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് Px+1 ഡിവൈഡ് ബൈ P1 ആണ്, അഥവാ ഫൈനൽ പ്രഷർ ഡിവൈഡ് ബൈ ഇനീഷ്യൽ പ്രഷർ ഹോൾ പവർ n-1 ഡിവൈഡഡ് ബൈ n മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു എക്സും കൂടിയും ഇവിടെ നിങ്ങൾ ഡിനോമിനേറ്ററിൽ എഴുതണം. ഓക്കെ, ആൻഡ് -1. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ വർക്ക് ഇൻപുട്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനും ഓർത്തിരിക്കുക. സപ്പോസ് ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ നമുക്ക് 4 സ്റ്റേജ് അല്ലെങ്കിൽ 3 സ്റ്റേജൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. See, next we are going to discuss a university problem. So look at the problem description. A 3-stage single acting reciprocating compressor has perfect intercooling. This is note here. The pressure and temperature at the end of suction stroke in LP cylinder is 1.013 bar and 15 degrees Celsius respectively. If 8.4 meter cube of free air is delivered by the compressor at 70 bar per minute, and work done is minimum. Okay, P point on the note down here, work done is minimum. Okay, so we can use the condition for minimum work input here. Okay, calculate LP and IP delivery pressure. LP is lower pressure and IP is intermediate pressure. Okay, ratio of cylinder volume and total indicated power. Assume n is equal to 1.2. So I hope all of you have read the question very carefully. So നമ്മുടെ first step എന്താണ്, എല്ലാ ഡീറ്റെയിൽസും ഒന്ന് എടുത്ത് എഴുതണം, and we have to convert the same into SI units. അപ്പോൾ ഇവിടെ നമുക്ക് number of stages 3 ആണെന്ന് തന്നിട്ടുണ്ട്, and we have given the condition perfect intercooling ആണ്, and inlet temperature and pressure is also given, and we have given the volume V1 that is given in meter cube per minute. Okay, അപ്പോൾ അതിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ V1 തന്നെയാണോ തന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം അവർ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് ഇഫ് 8.4 meter cube of free air is delivered എന്നാണ്. സോ യു മേ ഹാവ് എ കൺഫ്യൂഷൻ ദാറ്റ് വെദർ വി ഹാവ് ടു ടേക്ക് V1 ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ക്ലിയറൻസ് വോള്യത്തിനെ കുറിച്ച് ഒന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ PV ഡയഗ്രാം ആക്ച്വലി എങ്ങനെ വരിക, വിത്തൗട്ട് കൺസിഡറിങ് ക്ലിയറൻസ് വോള്യം നമ്മൾ മൾട്ടി സ്റ്റേജിന് PV ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്സ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ ഫ്രീ എയർ ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് V1. ഓക്കെ, അതർവൈസ് ക്ലിയറൻസ് വോള്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായിരുന്നു V1 മൈനസ് V7 അതിനനുസരിച്ചിട്ട് മാറുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രീ എയർ ഡെലിവറി എടുക്കേണ്ടത് നത്തിങ് ബട്ട് V1 തന്നെയാണ്. സോ ഞാൻ V1 ആണ് എടുത്തിട്ടുള്ളത്, ദാറ്റ് ഈസ് 8.4 ഡിവൈഡഡ് ബൈ 16 എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വർക്ക് ഡൺ ഈസ് മിനിമം എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്, സോ ദാറ്റ് നമുക്ക് ഓരോ സ്റ്റേജിലെയും പ്രഷർ റേഷ്യോ സെയിം ആണെന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് ഡെലിവറി പ്രഷർ P4 ഈസ് ഗിവൺ. ഞാൻ P4 എന്ന് എടുക്കാൻ കാരണം എന്താണ്, നമുക്ക് 3 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, P4 ആയിരിക്കും. ദാറ്റ് ഈസ് ഗിവൺ ആസ് 70 bar, ദാറ്റ് മീൻസ് 70 × 10⁵ പാസ്കൽ. ആൻഡ് എന്നിൻ്റെ വാല്യൂ 1.2 തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, LP സിലിണ്ടറിൻ്റെയും ഇൻ്റർമീഡിയറ്റ് സിലിണ്ടറിലെയും ഡെലിവറി പ്രഷർ, ദാറ്റ് മീൻസ് P2 ആൻഡ് P3 കാണലാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ഓഫ് സിലിണ്ടർ വോള്യം V1/V2 ആൻഡ് V1/V3. സിലിണ്ടർ വോള്യംസിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കണം. ആൻഡ് ടോട്ടൽ ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും 1 by 1 എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യണം, ടു ഫൈൻഡ് P2 ആൻഡ് P3 നമ്മൾ ആദ്യം വി ഷുഡ് നോ ദി പ്രഷർ റേഷ്യോ ഇൻ ഈച്ച് സ്റ്റേജ്. അപ്പോൾ നമുക്കൊരു മൾട്ടി സ്റ്റേജിൻ്റെ കേസിൽ ഓരോ സ്റ്റേജിലെയും പ്രഷർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് x⁻⁴ Px+1 ഡിവൈഡഡ് ബൈ P1. അപ്പോൾ ഇവിടെ അതെന്താ വരിക, x⁻⁴ P4 ഡിവൈഡഡ് ബൈ P1 എന്ന് വരിക. നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയാം, P4ൻ്റെ വാല്യൂ അറിയാം, P1ൻ്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4.1 കിട്ടും. ഓക്കെ, പ്രഷർ റേഷ്യോ ഇൻ ഈച്ച് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് എഴുതാം, P2/P1 is equal to 4.1 എഴുതാം. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് P2. സോ P2 is equal to 4.1 × P1. അതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ആൻഡ് അഗെയിൻ P3/P2 is also 4.1. So from this we can actually find the value of P3.
ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് 17.04 ബാർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ ആണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റഡ് പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതേ ഇക്വേഷനാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എക്സിന് പകരം നമ്മൾ 3 എന്ന് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ്. ഇപ്പോൾ MRTക്ക് പകരം നമുക്ക് വോള്യം തന്നുകൊണ്ട് ഞാനിവിടെ P1 V1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവിടെ ഇക്വേഷൻ എഴുതിയപ്പോൾ MRT1 എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് P1 V1 യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ PVയും MRT ഒക്കെ നമുക്ക് എപ്പോഴും മാറി മാറി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ n/n-1 P1 V1 ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ശ്രദ്ധിക്കുക, എക്സിൻ്റെ വാല്യൂ 3 ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിലെല്ലാ ഡാറ്റയും നമുക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. സി ഇവിടെ ഞാൻ യൂണിറ്റ് എഴുതിയിട്ടുള്ളത് വാട്ടിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഞാനിവിടെ വാട്ടിൽ യൂണിറ്റ് എഴുതിയത്? ബിക്കോസ് നമ്മളിവിടെ വോള്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ ലെക്ചറിലൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, നമ്മളിവിടെ മീറ്റർ ക്യൂബ് പെർ സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സൈക്കിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ കൊടുക്കുന്നതുകൊണ്ട് അത് ജൂൾ പെർ സെക്കൻഡ് ആണ്, അഥവാ വാട്ടായിട്ട് മാറും. ഓക്കെ, നൗ ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദി റേഷ്യോ ഓഫ് സിലിണ്ടർ വോള്യൂംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഇൻ്റർ കൂളിംഗ് ഉണ്ട്, അഥവാ പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വിൽ ബി ദ സെയിം അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് സ്റ്റേജ്. അഥവാ ടെമ്പറേച്ചർ എന്തായിരിക്കും? T1 തന്നെ ആയിരിക്കും. എല്ലാ സ്റ്റേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ടെമ്പറേച്ചർ എന്തായിരിക്കും? T1 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് വി ക്യാൻ ആക്ച്വലി ടേക്ക് P1 V1 is equal to P2 V2 is equal to P3 V3. So from this we can find the ratio of volumes. That means V1 by V2 is equal to നമുക്ക് എന്ത് എഴുതാം? P2 by P1 എടുക്കാം. And V1 by V3 is equal to we can find P3 by P1 എടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് അറിയാവുന്നതാണ്, P2 P1 and P3 P1. സോ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ആൻസേഴ്സ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണിത്. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. So look at the problem description. In a single acting 2-stage reciprocating air compressor, 5 kg of air per minute is compressed from 1.013 bar and 20 degrees Celsius through a pressure ratio of 10. Both stages have the same pressure ratio and intercooling is perfect. Both stages, the law of compression and law of expansion is PV raised to 1.3 is equal to a constant. Calculate question number 1, the indicated power. Question number 2, the cylinder septum volume required. Assume that the clearance volume of both stages are 5% of their respective septum volumes and that the compressor runs at 325 rpm. Take R is equal to 0.287 kilojoule per kilogram Kelvin. So I hope all of you have read the question very carefully. So ഞാനിവിടെ തന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്പർ ഓഫ് സ്റ്റേജസ് 2 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദി മാസ് ഓഫ് എയർ കംപ്രസ്ഡ് ഈസ് 5 കിലോഗ്രാം പെർ മിനിറ്റ്. അതിന് ഞാനിവിടെ കിലോഗ്രാം പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ഓൾസോ ഗിവൺ ദി പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദി ഇൻലെറ്റ്. ആൻഡ് വി ഹാവ് ഗിവൺ ദി ടോട്ടൽ പ്രഷർ റേഷ്യോ P3 by P1 ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 10. ഓക്കെ, from this we can actually find the value of P3, that is 10.13 into 10 power 5 Pascal എന്ന് കിട്ടും. And we have given the law as PV raised to 1.3 is a constant. That means the value of N is 1.3 here. And we have given the clearance ratio as 0.05. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡയറക്റ്റ് അല്ല തന്നിട്ടുള്ളത്. So what we have given is the clearance volume is 5% of the septum volume തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബോത്ത് കേസിലും സെയിം ആണ്. സോ ദാറ്റ് മീൻസ് ദ ക്ലിയറൻസ് റേഷ്യോ C ഈസ് 0.05. ഓക്കെ, ആൻഡ് RPM ഈസ് 325. R വാല്യൂ ഇത് നമുക്ക് അറിയാവുന്നതാണ്, പക്ഷേ ഇത് തരണമെന്നില്ല കേട്ടോ പ്രോബ്ലത്തിൽ, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് 287 കിലോ ജൂളിലാണ് അവർ തന്നിട്ടുള്ളത്. ഞാൻ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. And we have given the usual condition, same pressure ratio in each stage and perfect intercooling. P രണ്ട് കണ്ടീഷൻസും തന്നിട്ടുണ്ട്. And we have to find indicated power, the total indicated power and the septum volume in both the cases. But indicated power കാണാൻ വളരെ സിമ്പിളാണ്. വാട്ട് ഈസ് ഇക്വേഷൻ? അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പ്രീവിയസ് കേസ് പോലെ തന്നെ ഞാൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. 2 സ്റ്റേജും ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ LP സിലിണ്ടറിൻ്റെയും HP സിലിണ്ടറിൻ്റെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു 2 എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്, ഇവിടെയും ഞാനൊരു 2 എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാ ഡാറ്റാസും നമുക്കറിയാം. ഞാനിവിടെ P1 V1ന് പകരം MRT1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം, PV ഡയഗ്രാം
ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ പി വി ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം കേട്ടോ. എല്ലാ പ്രോബ്ലത്തിലും പി വി ഡയഗ്രാം നിങ്ങൾ വരച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മൾ V1 - V7 ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്ക് MRT1 ഇവിടെ യൂസ് ചെയ്താൽ മതി ഇൻസ്റ്റെഡ് ഓഫ് PV. ഓക്കെ, സോ P3/P1 ഫൈനൽ പ്രഷർ ഡിവൈഡ് ബൈ ഇനീഷ്യൽ പ്രഷറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ P3 അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ഇത്രയും കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്വെപ്റ്റ് വോള്യം ഓഫ് ഈച്ച് സിലിണ്ടർ എത്രയെന്നുള്ളതാണ് അല്ലേ. സ്വെപ്റ്റ് വോള്യം ഓരോ സിലിണ്ടറിൻ്റെ കേസിലും എത്രയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നമുക്ക് സെപ്റ്റ് വോള്യം ഒരു ഇക്വേഷനിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ വോള്യമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലാണ് സെപ്റ്റ് വോള്യം വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വോള്യമെട്രിക് എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ വോള്യമെട്രിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? 1 + C - C ഇൻറ്റു P2/P1 ഹോൾ പവർ 1/n. ഇത് LP സിലിണ്ടറിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ LP സിലിണ്ടർ ആയാലും HP സിലിണ്ടർ ആയാലും, HP സിലിണ്ടർ ആയാൽ എന്താ ഡിഫറൻസ് വരിക? ഈ P2/P1 പകരം നമുക്ക് P3/P2 എന്ന് വരും. പക്ഷേ നമുക്ക് സെയിം പ്രഷർ റേഷ്യോ ആണ് ഓരോ സ്റ്റേജിലും. അതുകൊണ്ട് തന്നെ LP സിലിണ്ടറിൻ്റെ കേസിലും HP സിലിണ്ടറിൻ്റെ കേസിലും ഇവിടെ വോള്യമെട്രിക് എഫിഷ്യൻസി നമുക്ക് സെയിം ആണ് കിട്ടുക. രണ്ടും സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഈറ്റ വോള്യമെട്രിക് ബോത്ത് LP ആൻഡ് HP എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് 92.88 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ സീൻ്റെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രഷർ റേഷ്യോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് 92.88 എന്ന ആൻസർ കിട്ടും. ഇനി വോള്യമെട്രിക് എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ സെപ്റ്റ് വോള്യം കാണാം? കാരണം നമുക്ക് വോള്യമെട്രിക് എഫിഷ്യൻസിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് വോള്യമെട്രിക് എഫിഷ്യൻസിക്ക്? വി ഹാവ് അനദർ ഇക്വേഷൻ, ദാറ്റ് ഈസ് എഫക്റ്റീവ് സെപ്റ്റ് വോള്യം ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോള്യം. ഓക്കെ, അപ്പോൾ നമുക്ക് LP സിലിണ്ടറിൻ്റെ കേസിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എഫക്റ്റീവ് സെപ്റ്റ് വോള്യം എന്ന് പറയുന്നത് LP സിലിണ്ടറിൻ്റെ കേസിൽ ആരാണ്? ദാറ്റ് ഈസ് V1 - V7. ആൻഡ് HP സിലിണ്ടറിൻ്റെ കേസിൽ എഫക്റ്റീവ് സെപ്റ്റ് വോള്യം എന്ന് പറയുന്നത് ആരാണ്? V2' - V5 ആണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സെപ്റ്റ് വോള്യം ഇൻ ദിസ് കേസ് ഇസ് V1 - V7 ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോള്യം ഇൻ LP സിലിണ്ടർ. ആൻഡ് ഹിയർ ഓൾസോ ഇത് HP സിലിണ്ടറിൻ്റെ കേസിലാണ് കേട്ടോ. ദാറ്റ് ഈസ് V2' - V5 ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോള്യം ഇൻ ദ കേസ് ഓഫ് HP സിലിണ്ടർ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വോള്യമെട്രിക് എഫിഷ്യൻസി ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സെപ്റ്റ് വോള്യം രണ്ട് കേസിലും ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്തറിഞ്ഞിരിക്കണം? ഈ V1 - V7 V2' - V5 അഥവാ എഫക്റ്റീവ് സെപ്റ്റ് വോള്യംസ് നമുക്ക് ഓരോ കേസിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റീവ് സെപ്റ്റ് വോള്യം ഓരോ കേസിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റ് വോള്യം ഓരോ കേസിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് സെപ്റ്റ് വോള്യം എങ്ങനെ കാണാം? So from the ideal gas equation we have P1 into V1 - V7 is equal to MRT1. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MRT1 ഇവിടെ യൂസ് ചെയ്യാം, അതിന് പകരം P1 into V1 - V7 വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ what you can do is from this equation നമുക്ക് MR-ഉം M-ഉം R-ഉം ടെമ്പറേച്ചേഴ്സ് എല്ലാം അറിയാം. V1 - V7 കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ V1 - V7 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. നമുക്ക് സെപ്റ്റ് വോള്യം കണ്ടുപിടിക്കേണ്ടത് മീറ്റർ ക്യൂബ് പെർ സൈക്കിളിലാണ്, അഥവാ സിംപ്ലി മീറ്റർ ക്യൂബായിട്ടാണ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, അപ്പം മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലുള്ള ഒരു സാധനത്തിനെ മീറ്റർ ക്യൂബ് പെർ സൈക്കിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ N/60 ചെയ്യണം. ഇവിടെ സിംഗിൾ ആക്ടിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡബിൾ ആക്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ 2N/60 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. അഥവാ നമ്മൾ സാധാരണ മീറ്റർ ക്യൂബ് പെർ സൈക്കിളിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കാൻ N/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറാണ്. അതിൻ്റെ നേരെ റിവേഴ്സാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിനെ മീറ്റർ ക്യൂബ് പെർ സൈക്കിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ N/60 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനതിവിടെ ആൻസർ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ N/60 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. N നമുക്ക് അതിനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ ആക്ടിംഗ് ആയതുകൊണ്ടാണ് N/60. ഡബിൾ ആക്ടിംഗ് ആണെങ്കിൽ 2N/60 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്റ്റ് വോള്യം ഇൻ ദ കേസ് ഓഫ് LP സിലിണ്ടർ നിങ്ങൾക്ക് മീറ്റർ ക്യൂബ് പെർ സൈക്കിൾ അല്ലെങ്കിൽ സിംപ്ലി മീറ്റർ ക്യൂബിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.0137 എന്ന് കിട്ടും. ഇനി ഇതേ പ്രൊസീജിയർ നമ്മൾ HP സിലിണ്ടറിനും ഫോളോ ചെയ്യണം. ഓക്കെ,
കാരണം ഇതെങ്ങനെ കിട്ടിയത്? ഈ V1 - V7ൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആണ് സെപ്റ്റ് വോളിയം കണ്ടുപിടിച്ചത്. ഇതേ പ്രൊസീജിയർ നമ്മൾ ഇനി എന്ത് ചെയ്യണം? HP സിലിണ്ടറിനും ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫക്റ്റീവ് സെപ്റ്റ് വോളിയം അഥവാ V2 - V5 ഇവിടുന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ P2 ആണ് യൂസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. കാരണം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? P2 ആണ്. ഓക്കെ, ഇവിടെ കൊണ്ടുപോയിട്ട് P1 യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ P2 × V2 - V5 ദാറ്റ് ഈസ് ഈക്വൽ ടു MRT1. കാരണം ടെമ്പറേച്ചർ എല്ലായിടത്തും എന്താണ്? സെയിം ആണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും ഒരേ ടെമ്പറേച്ചർ, ഇവിടെ രണ്ടിടത്തും ഒരേ ടെമ്പറേച്ചർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് V2 - V5 ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കുക, ഇവിടെയും നമുക്ക് m³/സെക്കൻഡിലാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അതിന് നിങ്ങൾ എഗെയിൻ ഇവിടെയും നിങ്ങൾ n/60 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് m³/സൈക്കിളിൽ കിട്ടും. ആ വാല്യൂ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റ് വോളിയം ഓഫ് HP സിലിണ്ടറും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാനത് ആൻസർ ഇവിടെ എഴുതിയിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ക്ലിയറൻസ് വോളിയം കൂടിയും കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ ഈ PV ഡയഗ്രാം ഡെഫിനറ്റ് ആയിട്ടും വരച്ചിട്ടുണ്ടാവണം കേട്ടോ. ഈ PV ഡയഗ്രാം വരച്ചാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വരയ്ക്കാതിരുന്നതാണ് സെപ്പറേറ്റ്. ഓക്കെ.